പാലക്കാടും ഇന്ന് വൻ ലഹരി മരുന്ന് വേട്ടയുണ്ടായി. KSRTC ബസ്സിലൂടെ കടത്താൻ ശ്രമിച്ച 1/2 കിലോയിലേറെ MDMA എക്സൈസ് സംഘം പിടികൂടി. MDMA കടത്താൻ ശ്രമിച്ച ബസ്സിലെ യാത്രക്കാരനായ തൃശൂർ പുത്തൂർ സ്വദേശി റിനിൽ രാജനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാളയാർ പാമ്പാമ്പള്ളത്തുള്ള ടോൾ പ്ലാസയിൽ എക്സൈസ് സംഘം നടത്തിയ പതിവ് പരിശോധനയിലാണ് ബസ് യാത്രക്കാരനായ റെനിൽ രാജന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് MDMA കണ്ടെടുത്തത്. 538 ഗ്രാം MDMA ആണ് കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പ്രതി KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ചത്. പ്രതിക്ക് ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളുമായി ബന്ധമുള്ളതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ട് ഇവരത് കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അത് അങ്ങനെയുള്ള ആൾക്കാരെ ഇവർ തിരഞ്ഞുപിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ സാധാരണ ജനങ്ങളിലോട്ട് മുകളിലോട്ട് ഇപ്പം നമ്മൾ നോക്കുന്ന കുറച്ച് ക്യാഷ് ധനം കൂടുതലുള്ള ആൾക്കാരെയാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ ഈസി മണിയാണ്, പെട്ടെന്ന് ഇത് നടക്കും. പിന്നെ ഇത് കൺസീൽ ചെയ്യാൻ എളുപ്പമാണ്, ക്യാഷിലോട്ട് കൊണ്ടുവരാൻ നോക്കില്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിലുള്ള വാഹന പരിശോധന ആയതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും വലിയൊരു മയക്കുമരുന്ന് നമുക്ക് കണ്ടെടുക്കാനായത്. സംസ്ഥാനത്തെ കോളേജുകളിൽ ഉൾപ്പെടെ യുവാക്കൾക്ക് വിൽപ്പന നടത്താനായിരുന്നു പ്രതി ലഹരി മരുന്ന് എത്തിച്ചത്. പിടിച്ചെടുത്ത ലഹരി മരുന്നിന് വിപണിയിൽ 1.5 കോടി രൂപയിലേറെ വില വരും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.